2 മാസത്തിനിടെ രണ്ടാമതും അമേരിക്കയിലെത്തിയ പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ ഇന്ത്യക്കെതിരെ ഏറ്റവും പുതിയ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വെച്ചാണ് ഇന്ത്യക്കെതിരെ ഗുരുതരമായ പ്രസ്താവനകൾ നടത്തിയത്. അതിലാദ്യത്തേത് ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റിയെക്കുറിച്ചാണ്. ഇന്ത്യ ഒരു ഡാം നിർമ്മിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ മിസൈലുകൾ അയച്ച് തകർക്കുമെന്നാണ് പുതിയ ഭീഷണി. ഇപ്പം ഇങ്ങനെയൊരു ഭീഷണി വരാൻ കാരണം ഇന്ത്യ സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതിന് പിന്നാലെ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന തുൾബുൽ നാവിഗേഷൻ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നിലവിൽ ഒരു വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിന് പിന്നാലെ വരുന്ന ഈ നീക്കം പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. പാകിസ്ഥാൻ ഇന്ത്യ വിരുദ്ധ ഭീകരരെ പിന്തുണയ്ക്കുന്നത് തുടരുന്നിടത്തോളം കാലം ഇന്ത്യ ജലസ്രോതസ്സുകളെ ഒരു തന്ത്രപരമായ ഉപാധിയായി ഉപയോഗിക്കുമെന്ന് പാകിസ്ഥാന് നന്നായി അറിയാം. ഇനി തുൾബുൽ നാവിഗേഷൻ പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കാശ്മീരിലെ ഊളാർ തടാകത്തിനോടനുബന്ധിച്ച് 439 അടി നീളവും 40 അടി വീതിയുമുള്ള ഒരു നാവിഗേഷൻ ലോക്ക് കം കൺട്രോൾ സംവിധാനമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണ് ഊളാർ തടാകം. 1984 ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. ഊളാർ തടാകത്തിൽ നിന്നുള്ള ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ച് ജലം നദിയിൽ വെള്ളം കുറവുള്ള സീസണുകളിൽ പോലും കപ്പൽ ഗതാഗതം സാധ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 3 ലക്ഷം ഏക്കർ അടി വെള്ളം സംഭരിക്കാൻ ഈ പദ്ധതിക്ക് കഴിയും. ബാരാമുള്ളയ്ക്കും ശ്രീനഗറിനും ഇടയിൽ ബാർജ് ഗതാഗതം സാധ്യമാക്കുന്നതിനായി കുറഞ്ഞത് 4.5 അടി ജലനിരപ്പ് നിലനിർത്താനും ഇത് സഹായിക്കുമായിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് 1984 ഈ പദ്ധതിയുടെ പണി നിർത്തിവെക്കുകയും ഒടുവിൽ 1987 ഈ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ പടിഞ്ഞാറൻ നദികളിൽ നിന്നുള്ള ജലത്തിന്റെ വിഹിതം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിനൊപ്പം മറ്റ് 4 ജലവൈദ്യുത പദ്ധതികളും പരിഗണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദി തന്നെ സിന്ധു നദീജല കരാറിലെ ചില വ്യവസ്ഥകൾ ഇന്ത്യക്ക് ദോഷകരമാണെന്ന് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. നദികളിലെ ചെളി നീക്കം ചെയ്യാനുള്ള പരിമിതികളും ജലസംഭരണശേഷി കുറവും ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളാണ്. പാകിസ്ഥാനിലേക്ക് വെള്ളമൊഴുകുന്നത് എപ്പോഴും തടയാൻ കഴിയില്ലെങ്കിലും ഈ പദ്ധതിയിലൂടെ ജലവിനിയോഗം മെച്ചപ്പെടുത്താനും കൂടുതൽ ജലം ആഭ്യന്തര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുമാണ് ഇന്ത്യയുടെ ശ്രമം. അടുത്തതായി മുനീർ നടത്തിയത് ഇന്ത്യക്കെതിരെയുള്ള ന്യൂക്ലിയർ ബോംബ് ഭീഷണിയാണ്. ഇത് അമേരിക്കൻ മണ്ണിൽ നിന്നുള്ള ആദ്യത്തെ ന്യൂക്ലിയർ ഭീഷണിയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കൂടാതെ കാശ്മീരിനെ കുറിച്ചുള്ള പ്രസ്താവനകളുമുണ്ട്. കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമല്ലെന്നും മറിച്ച് പാകിസ്ഥാന്റെ ജീവനാഡിയാണെന്നും ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യയുടെ നാശനഷ്ടങ്ങളുടെ കണക്ക് പുറത്തുവിടണമെന്നും പിന്നെ കുറെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള താരതമ്യങ്ങളും നടത്തിയിരിക്കുന്നു. മുനീറിന്റെ വാക്കുകളിൽ ഇന്ത്യ മേഴ്സിഡസ് കാറും പാകിസ്ഥാൻ ഗ്രാവൽ നിറച്ച ട്രക്കുമാണത്രേ. ട്രക്ക് ഇടിച്ചാൽ കാറ് തകരും എന്നൊക്കെ എന്തൊക്കെയോ ഉത്തരവാദിത്തമില്ലാതെ പറയുന്നുണ്ട്. എന്തായാലും മുനീർ ഒരു കാര്യം സമ്മതിച്ചു, ഇന്ത്യ ലക്ഷറിയാണെന്ന്. സത്യത്തിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം കാശ്മീർ വികസനത്തിന്റെ പാതയിലാണ്. അവിടുത്തെ ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, തൊഴിൽ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ടൂറിസം എല്ലാം മുമ്പത്തേതിനേക്കാൾ 10 മടങ്ങ് നന്നായി. കാശ്മീർ പതിയെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ സാമ്പത്തികമായി മുന്നേറുന്നു. ഇതൊന്നും പാകിസ്ഥാന് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അമേരിക്ക തൽക്കാലത്തേക്ക് ഇന്ത്യയുമായി ഉടക്കി നിൽക്കുന്നത് മുതലെടുത്ത് പരമാവധി അമേരിക്കയുടെ സഹായത്തോടെ ഇന്ത്യയെ ദ്രോഹിക്കാനാണ് മുനീറിന്റെ ശ്രമമെന്ന് ഈ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാണ്. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു മുമ്പും ഇതുപോലെ മുനീർ ചില ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇനി അതുപോലെ എന്തെങ്കിലും പദ്ധതികൾ പാകിസ്ഥാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പില്ല. എന്നാലും ഇത്തരത്തിലുള്ള ഭീഷണികൾ നിരന്തരം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ.